ആദ്യം നീ കൃപാസനം പത്രമല്ല കണ്ടത്, ആദ്യം നീ സാക്ഷ്യമല്ല കേട്ടത്, ആദ്യം നീ നിൻ്റെ അമ്മയോ ആൻറ്റിയോ കൂട്ടുകാരിയോ നിന്നോട് പറഞ്ഞതല്ല. ആദ്യം ചെയ്തത് നിങ്ങൾ ആരും ഇവിടെ ഭൗതികമായ ഏജൻറ്റുമാരാരുമല്ല. പിന്നെ ആരാണ്? കർത്താവ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നു, വിളിച്ചിരിക്കുന്നു, വിശുദ്ധീകരിച്ചിരിക്കുന്നു, ശക്തീകരിച്ചിരിക്കുന്നു, കൈ സാക്ഷിയാക്കുന്നു. ശ്രദ്ധിക്കട്ടെ. കടലിരമ്പും പോലെ എല്ലാവരും ആരാധന. വചനമാണ് യോഹന്നാൻ 1:50. യോഹന്നാൻ 1:50. യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. മനുഷ്യന്റെ ഒരു പോക്കൃതരം കണ്ടില്ലേ? ഇതാണ്. അതായത് ഈ മനുഷ്യൻ, ഈ നാഥാനിയേൽ എന്ന് പറഞ്ഞ ആള് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ്? അത്തിമരത്തിൻ്റെ ചുവട്ടിൽ, അതാണ് യോഹന്നാൻ 1:50. അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു. പക്ഷെ എന്താ പ്രശ്നം? അങ്ങനെ ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടല്ല നീ വിശ്വസിക്കേണ്ടതെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? പ്രോട്ടോക്കോളല്ല, അതല്ല അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയണത്. നീ ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾ പറയുമല്ല ഉടമ്പടി ഞാൻ ചെയ്യാം, എന്തെങ്കിലും ഒരു അടയാളം കിട്ടട്ടെ. ഇതാണ് പ്രശ്നം. പല ആൾക്കാരും പണി മേടിക്കണം അങ്ങനെയാണ്. അതായത് അവർക്ക് ഞാൻ പത്രം കൊടുക്കാവേ, ഞാൻ ഉപവസിക്കാവേ, ഞാൻ രോഗികളെ കാണാവേ, ഞാൻ ആശുപത്രിയിൽ പോകാവേ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു അടയാളം കാണട്ടെ. ജപ്തി നടപടിക്കാരൻ ഇപ്പോഴും എൻ്റെ തന്തക്ക് വിളിക്കുകയാണല്ലോ, അതിന് മാറ്റമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നീ അടയാളം കാണാത്ത കാരണം നീ ഉടമ്പടിയിൽ, ഇതിനാണ് ദുഷ്ടൻ, മടിയൻ, ഹിപ്പോക്രാറ്റ്സ്, അവിശ്വസ്തൻ എന്നൊക്കെ പറയണത്. അത് ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ആദ്യം അടയാളം കാണിക്കാൻ പറയും. കല്ലുകൾ അപ്പമാക്കാൻ വേണ്ടി ഒരുത്തൻ പറഞ്ഞില്ലേ? ആരാണ്? പിശാച്. അതാ പ്രശ്നം. ഉടമ്പടി എടുത്തതിൽ 50% പിശാചുകളുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവം അടയാളം കാണിക്കണമെന്ന് പറയണത്. ഇപ്പം ഈശോ എന്നാ പറയണത്? നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നീ വിശ്വസിക്കണത്. എന്നിട്ട് പറയും ഇനി കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വരട്ടെ. നീ വിശ്വാസം വളരുമ്പോഴാണ് കാണാത്ത കാര്യങ്ങൾ, കണ്ണ് കാണാത്ത കാര്യങ്ങൾ നിന്നെ കാണിക്കാൻ പോണത്. വിശ്വാസത്തിൻ്റെ അന്ത്യം എന്താണ്? കണ്ണ് കാണാത്ത കാര്യങ്ങൾ കാണിക്കുകയാണ്. കണ്ണ് കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തിൻ്റെ കൈയും കാര്യം കെട്ടാൻ നോക്കുമ്പോഴേ കണ്ണ് കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നൽകുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം നിനക്ക് നൽകുന്നത് ആരാണ്? സുവിശേഷമാണ്. ആ സുവിശേഷം നീ സ്വീകരിക്കണം. എന്ത് ചെയ്യണം? അനുതപിക്കണം. അതുകൊണ്ട് മർക്കോസ് 1:15 പറയണത് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഈ അനുതാപം എന്ന് പറഞ്ഞ ഉടമ്പടി പ്രകാരം എന്താണ്? ഒത്തിരി മേഖലകൾ അനുതപിക്കാം, പക്ഷേ ബേസിക്കായിട്ട് എന്താണ്? സ്വജാതീയ വിജാതീയ മാറ്റമാണ് ശരിക്കും അനുതാപം. എന്നാണ് നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി, മുൻഗണന കൊടുക്കുകയും ജഡീയ കാര്യങ്ങൾ നീ 2ാം സ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അനുതാപമായി. ഇതൊരു നിലപാടാണ്. അനുതാപം എന്ന് പറയുന്നത് കുറച്ച് മോങ്ങിക്കറിഞ്ഞ് കുമ്പസാരിച്ചിട്ട് പാപക്ഷമ മേടിക്കണം മാത്രമല്ല, അതൊരു ജീവിത നിലപാടാണ്. എന്ന് നീ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്നുവോ അപ്പോൾ അനുതാപമായി. നിനക്ക് 2ാം സ്ഥാനം വരുന്നുവോ അപ്പോൾ അനുതാപമായി. ഉടമ്പടി നിയോഗങ്ങൾക്കാണ് നീ 1ാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ രാജ്യത്തിൻ്റെ സന്തതികളാണ്.
ഉടമ്പടിയുടെ നിബന്ധനകൾക്കാണ് നീ ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ സ്വർഗരാജ്യത്തിൻ്റെ സന്തതിയാണ്. ഏതിനാണ് നീ പ്രാധാന്യം കൊടുക്കണമെന്ന് നീ തീരുമാനിച്ച് വിവേചനത്തിലേക്ക് വരുമ്പോഴേ ഉടമ്പടിയുടെ നിബന്ധനകൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ, നിയോഗങ്ങൾക്ക് രണ്ടാം സ്ഥാനവും നിബന്ധനകൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ നീ അനുദപിച്ചിരിക്കുന്ന അർത്ഥം. അതാണ് നീ സുവിശേഷത്തെ വിശ്വസിച്ചിരിക്കണമെന്ന അർത്ഥം. മനസ്സിലായില്ലേ? അതാണ് മർക്കോസിൻ്റെ 1:15. ഇനി നീ ഇതുപോലെ നിൻ്റെ ജീവിതത്തെക്കാൾ ഉപരി ദൈവത്തിനും ദൈവത്തിൻ്റെ വചനങ്ങൾക്കും അതനുസരിച്ചുള്ള ജീവിത പുനഃക്രമീകരണക്കും നീ ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താണ്? നിങ്ങൾ ലോകം മുഴുവനും പോകണം. 16:15 മർക്കോസ്. എന്താണ്? നിങ്ങൾ ലോകം മുഴുവനും പോകണം. എന്ത് ചെയ്യണം? എല്ലാ സൃഷ്ടികളോടും നീ സ്വീകരിച്ച കൃപ കൈമാറണം. മനസ്സിലായില്ലേ? സുവിശേഷം സ്വീകരിച്ചാൽ മാത്രം പോരാ. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം വളരെ ഇടിപെട്ട സുവിശേഷമാണ്. കാര്യം തുടങ്ങുന്ന സുവിശേഷത്തിലാണ്. അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസ് അവസാനിപ്പിക്കുന്ന 16:15 എന്താ പറയണത്? ലോകം മുഴുവൻ പോവുക, സുവിശേഷം കൈമാറുക. എന്ന് വെച്ചാൽ ബൈബിളെ വിജാതിയർക്ക് സുവിശേഷം കൈമാറുക എന്ന് വെച്ചാൽ പൗലോസ് പറയും കൃപയുടെ കൈമാറ്റമാണെന്ന് പറയും. സുവിശേഷത്തിന് കൃപ എന്നൊരർത്ഥമുണ്ട്. നമ്മൾ കൃപ കൈമാറുമ്പോൾ മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങളെ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രയോറിറ്റി കൊടുത്തു കഴിയുമ്പോൾ, മുൻഗണന കൊടുത്തു കഴിയുമ്പോൾ കൃപയുടെ കൈമാറ്റമാണ്. ദാറ്റ് മീൻസ് സുവിശേഷം ആയവർക്ക് മാത്രമേ സുവിശേഷം ഏകാൻ പറ്റത്തുള്ളൂ. എന്തിന് ഞാൻ ഉടമ്പടി എടുക്കണം നിന്നോട് നീ ഉടമ്പടി എടുക്കണം എന്ന് ചോദിച്ചാൽ നിനക്ക് ഒത്തിരി ഉത്തരവുമുള്ളൂ. കൃപയുടെ കൈമാറ്റത്തിന് കൈയടിച്ച് കർത്താൻ ഹല്ലേലൂയ. ഇതിനെല്ലാം വരുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതായത് ഫിലിപ്പിയർ 3:20 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഫിലിപ്പിയർ 3:20 ഭൗമികമായത് മാത്രം എന്ന് പറഞ്ഞ ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പൊ 2 പൗരത്വമുണ്ട്. മനസ്സിലായില്ലേ? പൗരത്വം എ ഗ്രേഡ് ഉണ്ട്, പൗരത്വം ബി ഗ്രേഡ് ഉണ്ട്. ഇതിൽ ഏത് പൗരത്വമാണ് നീ സ്വീകരിച്ചിരിക്കണമെന്ന പ്രശ്നം. അതായത് നിൻ്റെ കാര്യം, നിൻ്റെ വീട്, നിൻ്റെ വയറ്, നിൻ്റെ വീട്ടുകാരൻ, നിൻ്റെ നാട്ടുകാരൻ, നിൻ്റെ സ്വന്തം, നിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ലോകപൗരത്വമാണ്, ഭൗമിക പൗരത്വമാണ്. ഈ ഭൗമിക പൗരത്വത്തിന് വേണ്ടി ക്രിസ്തു ലോകത്തിലേക്ക് വരേണ്ട ഒരു കാര്യവുമില്ല. നീ നിൻ്റെ ജീവിതത്തെ മാത്രം പ്രാധാന്യം കൊടുത്താൽ അതിൻ്റെ അർത്ഥം നീ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. അത് മീൻസ് 2ാം പൗരത്വത്തിനാണ് നീ പ്രാധാന്യം കൊടുക്കുന്നത്. 2ാം പൗരത്വം. 1ാം പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസിയുടെ 1ാം പൗരത്വം എന്താണ്? ഫിലിപ്പിയർ 3:20 അതെന്താണ്? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോൾ ഈ സ്വർഗീയ പൗരത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, എന്ത് വേണമെങ്കിലും. ഇപ്പം നമ്മൾ ക്ഷമിക്കും, സഹിക്കും, അതുപോലെ തന്നെ വിട്ടുകൊടുക്കും, വേണ്ട കളയെന്ന് വെക്കും, കളപ്പോട്ട് എന്ന് പറയും. ആരോടും പരിഭവത്തിനോ പരാതിക്കോ തർക്കത്തിനോ ഒന്നും പോകത്തില്ല. എന്താ കാര്യം? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, നിത്യതയാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ എപ്പോഴും ഇതുപോലൊരു പ്രയോറിറ്റി വേണം. എന്താണ്? നിത്യത ഉന്നം വെച്ചുകൊണ്ടും മുൻഗണന കൊടുത്തുകൊണ്ടും ഉടമ്പടിയെ സമീപിച്ചാൽ ടൈം ഷോർട്ടറിങ് നടക്കും, നോട്ട് ബൈ മെറിറ്റ് നടക്കും, പ്രസൻസ് ഉണ്ടാകും. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നിത്യത ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ ദൈവം എന്തിനാണ് സാന്നിധ്യം നൽകണത്? ഒരാവശ്യമില്ല. പക്ഷേ നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കാൻ വേണ്ടി നീ അധ്വാനിക്കുകയാണെങ്കിൽ ദൈവം ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയാക്കും. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? ഐ വിൽ ബി വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ഇപ്പോൾ ഓരോ ഉടമ്പടി പോലെ ഇതുപോലെ കൃത്യമായിട്ട് ദൈവസാന്നിധ്യം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിചിത്രമായ അപൂർവ മണ്ഡലങ്ങളിൽ പോലും സംരംഭമാക്കുന്ന ഒരു സംവിധാനം ഇന്ന് വരെ ആധ്യാത്മിക ഒരു ലോകത്തുമില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിലെ ഉടമ്പടി എടുക്കുന്നവരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അവകാശികളാകുന്നു, അർഹരാകുന്നു. ഈ ഒരു നടപടിക്രമങ്ങളിലൂടെ പുരോഗമിച്ചുകൊണ്ട് നീ മുന്തിയ നിലവാരമുള്ള സ്വർഗരാജ്യത്തിൻ്റെ പ്രജയായി മാറാൻ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നൽകണമേ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നമുക്ക് അഭിഷേകം കിട്ടുന്ന ഒരു ദിവ്യകാരന്റെ ഗാനം ആലപിക്കാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്നേഹമേ പാടുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് വളരെ പ്രസാദിച്ച് നിൽക്കുന്ന ദൈവിക നിമിഷമാണ്. നിങ്ങൾ തന്നെ ഒത്തിരി പേര് തീരുമാനമെടുത്തിട്ടുണ്ട്, ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കാം. അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ജീവിച്ചോളാം. നമുക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് നൽകിയില്ലേ എന്ന് പറയുന്ന ആ ദൈവിക സ്നേഹത്തെ തൊടുകയാണ് ജീവിത സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത്. കർത്താവേ,
ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പരിമിതികളുണ്ട് കർത്താവേ, ഞങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും കർത്താവേ, നിനക്ക് വേണ്ടി ജീവിക്കാൻ നിൻ്റെ കൈയും കാലുമായി എൻ്റെ കൈയും കാലുകളെ മാറ്റിക്കൊണ്ട് ഇനിയുള്ള ശേഷിച്ച കാലങ്ങളിൽ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവേ, കൃപയ്ക്ക് മേൽ കൃപ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും കൃപയുടെ കൈമാറ്റത്തിൻ്റെ ആളായ്മയായി മാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ കൈമാറ്റ പോരാളികളാക്കി ഞങ്ങൾ ഈ ആരാധനയോടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിലണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് നമിച്ചുകൊണ്ട് കൃപ സ്വീകരിക്കേണ്ട സമയമാണ്, അനുഗ്രഹം സ്വീകരിക്കേണ്ട സമയമാണ്. അഭിഷിക്തൻ ഉടമ്പടിയുടെ ക്രമപ്രകാരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ കടലിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, മോശയെപ്പോലെ ഞാൻ കൈയുയർത്തുന്ന കർത്താവേ, അങ്ങയുടെ അവകാശവും ഓഹരിയുമായ തിരുസഭയോടും കർത്താവെ, അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാ ജനപദങ്ങളോടും നിന്റെ കുരിശിലെ കാരുണ്യത്താൽ തിരുരത്വത്തിൻ്റെ അപേക്ഷകൾ നൽകിക്കൊണ്ട് ഈ കർത്താവ് അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി ഈ ജനങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ആരാധന. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. എൻ്റെ കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നീ 6 സഹോദരങ്ങളെ കാലിൽ പൊട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. കാലിൽ പൊട്ടിയതും ശരീരത്തിൽ പൊട്ടിയതും ശരീരഭാഗങ്ങളിൽ പൊട്ടുകയും ചൊള്ളച്ചും അതുപോലെ തന്നെ കരിവാളിച്ചു കിടക്കുന്ന പാടുകൾ കർത്താവിൻ്റെ വിശുദ്ധമായ രഥം തളിച്ചുകൊണ്ട് യേശു പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട ശ്രുതികട. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ജീവന്റെ അക്ഷാപരത്തോടെ ക്യാൻസറാണോ അതുപോലെ തന്നെ ഇതുപോലെ തൊണ്ടയ്ക്കുള്ള തൈറോയിഡ് ആണോ എന്ന് അറിയത്തില്ല. തൊണ്ടയുടെ ചുവട്ടിൽ ഇങ്ങനെ ഇടത് വശത്ത് അച്ഛൻ കാണിക്കുന്ന ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഈ വശത്ത് വലതുവശത്ത് ഇങ്ങനെ മുഴ പോലെ കിടക്കുന്നൊരു നീണ്ട ദീർഘ ഒരു മുഴയുണ്ട്. അപ്പോൾ തൊണ്ട മുഴകളുള്ള എല്ലാ മക്കളെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. 8 പേരെ ഈ വിഷയത്തിൽ കർത്താവ് സുഖപ്പെടുത്താണ്ട് സാക്ഷ്യം പറയാൻ കഴിയും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഫെലിക്സ് എന്ന പേര് പറഞ്ഞ് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, പേര് ചൊല്ലി വിളിച്ച് സൗഖ്യം നൽകുന്നതിന് നന്ദി പറയുന്നു. ജീവന്റെ തിരുഭോജ്യമേ, ആരാധന ജീവന്റെ തിരുഭോജ്യമേ. തല കണ്ടർമാനം വല്ലാതെ വേർക്കും, മുടി വല്ലാണ്ട് കൊഴിയും, എപ്പോഴും നീർക്കെട്ടലുണ്ടാകും. അങ്ങനൊരു വ്യക്തി കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ചെവികൾക്ക്, വലത് ചെവിക്ക് എന്തോ കുത്തി തിരിച്ച പോലെ, മാംസം വളരുന്ന പോലെ കേൾവിക്കുറവുണ്ട്. അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും ചെവി പൊത്തി പ്രാർത്ഥിക്കാൻ പറയുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നുമെന്നും കൂടെ ഇരിപ്പാൻ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എന്നുമെന്നും കൂടെ ഇരിപ്പാൻ അപ്പമാ ഒരുമിച്ച് പാടുക. എന്നുമെന്നും കൂടെ ഇരിപ്പാൻ അപ്പമാ എന്റെ സ്നേഹിതനാകുന്ന ദൈവമേ, ആരാധന നിനക്കാരാധന. എന്റെ സ്നേഹിതനാകുന്ന
ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന കുടില് പോലുള്ള സാധനങ്ങൾ പീസെപ്റ്റുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ അവരിവിടെ ഇല്ല, അവരുടെ ബന്ധുക്കളാണ് ഉള്ളതെങ്കിൽ ഓൺലൈനിൽ കേൾക്കുന്നവരും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ എൻ്റെ വലത് കൈ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ കൈകളായി രൂപാന്തരപ്പെടുത്താൻ വേണ്ടി അമ്മമാതാവ് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാവരും തിയേറ്ററുകളിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുകയും അമ്മ തന്നെ അത് നിർവഹിക്കുകയും പൂർണ്ണമായി സൈഡ് എഫക്ട്സ് ഇല്ലാതെ ഓപ്പറേഷൻ പോലും വേണ്ടാതെ സുഖപ്പെടുത്തുന്ന ദൈവമേ, ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദരത്തെ കൈവച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ. ഊടിന് താഴെയും മുകളിലും കുടലിന്, വൻകുടലിനും ചെറുകുടലിനും വീക്കമുള്ളവരെ, സിസ്റ്റുള്ളവരെ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, PCOD-ക്കാർ, അതുപോലെ RSS രോഗികൾ എല്ലാവരും ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്വാസകോശ രോഗികൾ നെഞ്ചി കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ ആന്തരിക അവയവങ്ങൾക്ക് രോഗം പറ്റുന്നവരെ ശിരസിൽ കവിച്ച് പ്രാർത്ഥിക്കട്ടെ. അതിശക്തമായി സ്തുതിക്കട്ടെ. മാതാവിൻ്റെ മധ്യസ്ഥർ യേശുവിൻ്റെ നാമത്തിൽ സ്തുതിക്കട്ടെ. കർത്താവിന് ശക്തി വെക്കട്ടെ. ഈശോ അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കണം. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയെ കൃപാസമർത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവിടെ നടന്ന 10,000 ആരാധന ശക്തിയാൽ എല്ലാവരും കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും ഓൺലൈൻ പ്രാർത്ഥിക്കുന്ന മകനെയും മാർഗ രോഗങ്ങൾ, തീരാവേദികൾ, ജീവ ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴേ കർത്താവ് നമ്മൾ പറയാത്ത ഒരു വിഷയം സുഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നടുവിൻ്റെ ഡിസ്ലൊക്കേഷനാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ അരക്കെട്ടിൻ്റെ ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുള്ളവരെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പറയാതെ തന്നെ അങ്ങനെ ആരോ ചെയ്തിട്ടുണ്ട് റേഡികൾ, അവരെ കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടുവിന് വേദന ഉള്ളവരും അതുപോലെ തന്നെ അരക്കെട്ടിന് നീര് കെട്ടുന്നവരും ഇരിക്കാൻ പ്രയാസമുള്ളവരൊക്കെ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്, സൂചിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി രോഗികളും ആ കിഡ്നി സ്ഥാനങ്ങളിൽ ബാക്ക് വശം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവർ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് സ്പോണ്ടിലോസിസ് രോഗികളെ, സ്പൈനൽ കോഡിൽ അസുഖമുള്ളവരെ പിൻകഴുത്തിൽ കൈവച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. സ്പോണ്ടിലോസിസ് രോഗികളെ, സ്പൈനൽ കോഡിൽ അസുഖമുള്ളവരെ പിൻകഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ പിൻകഴുത്തിൽ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും മുട്ടെഴുന്നേൽക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ്. ജപ്തി നടപടികൾ, സ്ഥലം വിൽക്കാത്തവരെ, വിൽക്കാൻ പറ്റാതിരിക്കുന്നവരെ, പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിനായിട്ട് പ്രതീക്ഷിക്കുന്നവരെ, പരീക്ഷ എഴുതാൻ പോകുന്നവരെ, മക്കളില്ലാത്തവരെ, പ്രഗ്നൻസിയിലെ തകരാറുകളുള്ളവരെ, ഗർഭസ്ഥ ശിശുവിന് തകരാറുണ്ടെന്ന് സ്കാനിങ്ങിൽ റിപ്പോർട്ടുള്ളവരെ, മക്കൾ ദുർനടപ്പിലായിരിക്കുന്നവരെ,
തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ട് കുടുംബത്തിന് ഭയങ്കര തകർച്ചയ്ക്ക് കാരണമാകുന്നവരെ, കുടുംബ തകർച്ചയുള്ള മാതാപിതാക്കന്മാർ, ഭാര്യാഭർത്താക്കന്മാർ, സാമ്പത്തിക വരുമാനമില്ലാത്തവരെ, വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയവരെ, കടകമ്പോളങ്ങൾ വ്യവസായങ്ങളും ശുഷ്കിച്ചു പോയവരെ, നിവൃത്തിയില്ലാതെ രാജ്യം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരെ, പലതരത്തിലുള്ള വിഷമതകളിൽ വലയുന്നവരെ, കേസിലും കള്ളക്കേസിലും ഒക്കെ അകപ്പെട്ടവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവരെല്ലാം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശാരീരികത്തിൽ നീര് കെട്ടിക്കിടക്കുന്നവരെ കർത്താവ് വീണ്ടും കാണിക്കുന്നുണ്ട്. അസ്ഥിക്കുഴകളിൽ അകൽച്ചയുള്ളവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. ത്വക്ക് രോഗികൾ, പൊറുക്കാത്ത വ്രണങ്ങൾ, പല പക്ഷം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് വെയിറ്റ് കുറഞ്ഞ് വരുന്നവരെ, ജോലി ചെയ്യാൻ പറ്റാത്തവർ, ജോലി ഇല്ലാത്തവർ, ജോലി കിട്ടാത്തവർ, ജോലിക്ക് വിളിക്കുമ്പോൾ പലതരത്തിലുള്ള ഇൻ്റർവ്യൂ തടസ്സങ്ങളുള്ളവർ, ഭയമുള്ളവർ, സാമ്പത്തികമായി നിവൃത്തിയില്ലാത്തത് കൊണ്ട് മറ്റു ജോലിക്ക് പോകാൻ ശ്രമിക്കാൻ പറ്റാത്തവർ, എല്ലാം കൊണ്ട് ഇങ്ങനെ മൊഴിമുട്ടി ഗതിമുട്ടിയിരിക്കുന്നവർ, എല്ലാ മേഖലകളിലും കർത്താവ് കടന്നു വരുന്ന സമയമാണ്. കൈ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യത, കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇവിടെ നടന്ന 10,000 ഉടമ്പടിയുടെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മലാഖമാരെയും വിശുദ്ധന്മാരും രക്തസാക്ഷികളെ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശു ക്രിസ്തു നാമത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, മഴ തടസ്സങ്ങൾ, ജീവിത തകർച്ചകൾ യേശു ക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കൈകൾ കൂപ്പി കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തോട് അമ്മയുടെ മധ്യസ്ഥത്തിൽ അച്ഛൻ വിട്ടുപോയ കാര്യങ്ങളെ സൂചിപ്പിക്കുക. അച്ഛൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പോഴും മൗനമായി പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക. ഇപ്പോൾ മുട്ട നിൽക്കുക. ശിരസ് നമിച്ച് സമാപനാശീർവാദം സ്വീകരിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും
പരിശുദ്ധ